ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സീറ്റ് മോഡിഫൈ ചെയ്യാൻ പോകുന്ന താറിൻ്റെയാണ്. താറിൻ്റെ ഫ്രണ്ട് സീറ്റ് ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്. ബാക്ക് സീറ്റ് ഈ വണ്ടിയിൽ മാറ്റിയാണ് കസ്റ്റമർ കയറ്റിയിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ സീറ്റ് കവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വിശേഷങ്ങളെല്ലാം. ഇപ്പോൾ വണ്ടിയിലുള്ളത് കമ്പനി കവറിൻ്റെ മേളിൽ ഒരു പ്ലെയിൻ സീറ്റ് കവർ ഇട്ടിട്ടുണ്ട്. ഇത് മാറ്റി ഫുള്ള് സീറ്റ് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. കമ്പനി വരുന്ന ബാക്ക് സീറ്റ് മാറ്റിയിട്ട് ഇന്നോവയുടെ സീറ്റാണ് ഈ വണ്ടിയിൽ ബാക്കിൽ വെച്ചിരിക്കുന്നത്. കാറിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബ്ലാക്ക് മെറ്റീരിയലാണ് ഈ വണ്ടിയിൽ സീറ്റ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ചിങ് ആയിട്ടും ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് വിങ്സ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ തൈ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിങ്സ് ഇരിക്കുന്ന സീറ്റിലും ചാരുന്ന സീറ്റിലും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ആൾട്രേഷൻ ആംറസ്റ്റ് ആണ്. ഫ്രണ്ടിൽ ഈ വണ്ടിയിൽ 2 സീറ്റിൽ ആംറസ്റ്റ് വരുന്നില്ല. ഇതിനകത്ത് ഡ്രൈവർ സീറ്റിനകത്ത് മാത്രം വെൽഡ് ചെയ്ത ആംറസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇരുന്ന് നോക്കാം. നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് ഫസ്റ്റ് നമ്മുടെ സീറ്റ് പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഇതിനകത്ത് തൈ സപ്പോർട്ടും വിങ്സും ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റായിട്ടാണ് ഇതിനകത്ത് ബോഡി ഇരിക്കുന്നത്. കാലിൻ്റെ ഭാഗമാണെങ്കിലും തൈ സപ്പോർട്ടിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഗ്യാപ്പ് ഫില്ലായിട്ടുണ്ട്. ഇരിക്കുന്ന പോർഷനാണെങ്കിലും ചാരുന്ന പോർഷനാണെങ്കിലും കറക്റ്റ് നമ്മൾ വിങ്സിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാധാരണ ഇപ്പോൾ വണ്ടിക്കകത്ത് വരുന്നത് പ്ലെയിൻ സീറ്റാണ്. അതിനകത്ത് നമ്മളിപ്പം വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഷെയ്ക്കിങ് ഒക്കെ ഉണ്ടാവും, പ്ലെയിൻ സീറ്റ് ആയതുകൊണ്ട്. ഇതിപ്പോൾ വിങ്സ് വന്നുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് നമ്മുടെ ബോഡി അതിനകത്ത് ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത്. ബോലോറോ, താർ, സ്കോർപ്പിയോ വണ്ടികളെല്ലാം ഇതേപോലെ പ്ലെയിൻ സീറ്റായിട്ടാണ് വരുന്നത്. അതുപോലെ ആൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ നല്ലൊരു കംഫർട്ടായിരിക്കും. താറിനകത്ത് ഇപ്പോൾ ഡ്രൈവർ സീറ്റിനും കോ ഡ്രൈവർ സീറ്റിനും ആംറസ്റ്റ് വരുന്നില്ല. ഇത് രണ്ടാമത് ഇപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്തതാണ്. വെൽഡ് ചെയ്താണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സൽ ആംറസ്റ്റൊക്കെ എല്ലാവരും മേടിച്ച് വെക്കാറുണ്ട്. അതിവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അത് വണ്ടി ഓട്ടത്തിനിടയ്ക്ക് അതിനകത്ത് സൗണ്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇതുപോലെ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഫിക്സഡായിട്ട് വെൽഡ് ചെയ്തിരിക്കുന്നതാണ്. വണ്ടിയിൽ ബാക്ക് സീറ്റിൽ ഇന്നോവയുടെ സീറ്റാണ് വെച്ചിരിക്കുന്നത്. താറിനകത്ത് ഓപ്പോസിറ്റ് ടൈപ്പ് സീറ്റാണ് വരുന്നത്. അത് മാറ്റിയിട്ട് ബെഞ്ച് പോലെ ഇന്നോവയുടെ ഏറ്റവും പുറകിലെ സീറ്റാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. വാഷബിൾ മെറ്റീരിയലാണ് സീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നോൺ ഹീറ്റിംഗ് മെറ്റീരിയലും കൂടിയാണിത്. ബ്ലാക്ക് കളർ നൈലോൺ ത്രെഡാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വണ്ടിയിൽ ഡോർ പാഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആയിട്ടാണ് ഡോർ പാഡും ചെയ്തിരിക്കുന്നത്. ബാക്ക് സീറ്റ് നോർമലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡിസൈനായിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. സീറ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം കോൺടാക്ട് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അടുത്ത ദിവസം പുതിയ വണ്ടി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അവരെല്ലാവർക്കും